ജെല്ലാണ്, ആലോവേര ജെല്ലാണ്. ഇത് ചുമ്മാ ഒരു ആലോവേര ജെല്ലല്ല, ഇത് സാഫ്രൺ ജെല്ലാണ്. സാഫ്രൺ ജെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുങ്കുമ ജെല്ല്, കുങ്കുമപ്പൂ കൊണ്ടുണ്ടാക്കുന്ന ജെല്ലാണ്. ആലോവേരയും കുങ്കുമപ്പൂവും ചേർത്തുണ്ടാക്കുന്ന കുങ്കുമാതി ജെല്ലാണ് കേട്ടോ. ഇത് സെയിലുണ്ട്, ആവശ്യമുള്ളവർക്ക് മാത്രം വാങ്ങിക്കാം. ഈ ജെല്ലാണ് ഞാനിന്ന് എടുക്കുന്നത്. ഇതിൻ്റെ ഈ കുങ്കുമപ്പൂവിൻ്റെ ഈ മണം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ജെല്ലാണ് ഇന്ന് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ഈ ജെല്ലിൻ്റെ കളർ കണ്ടോ, നല്ല കളറാണ് കേട്ടോ, കണ്ടില്ലേ? എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ പൂവിൻ്റെ ജെല്ല്, കുങ്കുമാതി ജെല്ലിൻ്റെ കളറാണ് ഇത്, കണ്ടില്ലേ? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ചുമ്മാ ഒരു ഫേസ് പാക്ക് അല്ല, ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോൾഡൻ ഫേസ് മാസ്ക് ഉണ്ട്. അത് നമ്മുടെ റെഡിമെയ്ഡ് ജെല്ലാണ്. പക്ഷെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ഗോൾഡൻ ഫേസ് ഇത് രാവിലെ മുതൽ വെള്ളിയാ, ആ ഗോൾഡൻ ഫേസ് മാസ്ക് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, അതും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നമ്മളിനി ഹെയർ കെയർ സീരീസും സ്കിൻ കെയർ സീരീസും വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് സ്കിൻ കെയർ സീരീസിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കസ്തൂരി മഞ്ഞളാണ്, ഞാൻ തന്നെ തയ്യാറാക്കുന്നതാണ്, നമുക്ക് സെയിലുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും ഇത് എൻ്റെ ബോട്ടിലാണ്, എൻ്റെ ഉപയോഗത്തിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എൻ്റെ ബോട്ടിലാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ നല്ല മണമാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും യെല്ലോയിഷ് ഷെയ്ഡല്ല, ഞാൻ അത് വീണ്ടും കാണിക്കുകയാണ്. യെല്ലോയിഷ് ഷെയ്ഡല്ല, ഇതൊരു ക്രീം ഷെയ്ഡാണ്. നമ്മുടെ എന്താ പറയുന്നത്, ബേജ് കളർ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറയില്ല, ഒരിക്കലും യെല്ലോ ആവില്ല കേട്ടോ. ഇതാണ് കളർ, സ്പൂണിൽ കോരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. മറ്റേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണിക്കാം. നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കൂവപ്പൊടി അത് നല്ല യെല്ലോ ആയിരിക്കും, നമ്മുടെ കറി മഞ്ഞളിൻ്റെ ഒക്കെ ഒരു കളറില്ല, അതായിരിക്കും. ഇത് ക്രീം ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. ഒരുപാട് പേര് ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്, കാര്യം ഒറിജിനൽ കിട്ടാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കസ്തൂരി മഞ്ഞളിന് നല്ല മണമാണ്, അതുകൊണ്ടാണ് അതിന് ആ പേര് തന്നെ വന്നത്. ഭയങ്കര മണമാണ്, നമുക്ക് ഭയങ്കരമായിട്ട് എടുത്ത് കഴിക്കാനൊക്കെ തോന്നും, അങ്ങനെ ഒരു മണമാണ് കസ്തൂരി മഞ്ഞളിന്. നല്ല കർപ്പൂരത്തിൻ്റെ മണം എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലൊരു മണമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്നും കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുക്കുന്നുണ്ട്. ഫേസ് പാക്ക് റെഡിയാക്കാനായിട്ട് കണ്ടെയ്നറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾക്ക് കുറച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ, വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വേറെ എങ്ങും പോയി ഞാനിത് പ്രിപ്പറേഷൻ ഒന്നും കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനത്തെ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് അതിൽ ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്പൂൺ ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്യണ്ടേ. ഇത് മിക്സ് ചെയ്യാനായിട്ട് ജെല്ലാണ്, ആലോവേര ജെല്ലാണ്. ഇത് ചുമ്മാ ഒരു ആലോവേര ജെല്ലല്ല, ഇത് സാഫ്രൺ ജെല്ലാണ്. സാഫ്രൺ ജെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുങ്കുമ ജെല്ല്, നമ്മുടെ കുങ്കുമാതി ഓയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറേ പേര് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്, കുറേ പേര് റിവ്യൂസ് ഇടുന്നുണ്ട്. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് കുങ്കുമ ഓയിൽ എന്ന് പറയുന്നത്, കുങ്കുമാതി ഓയിൽ. എൻ്റെതല്ല കേട്ടോ, ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെയും വളരെ നല്ലതാണ്. കുങ്കുമാതി ഓയിൽ, കുങ്കുമപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിറം വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്, കുങ്കുമപ്പൂ കഴിച്ചിട്ടുണ്ട്. ക്യാരിങ് ആയിരിക്കണ സമയത്ത് ഞാൻ 1-2 മാസത്തിനുള്ളിൽ നമ്മളത് അറിയുമല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഉള്ള മന്ത്സിലെല്ലാം ഞാൻ കുങ്കുമപ്പൂ പാലിലിട്ട് കഴിച്ചിട്ടുണ്ട്. നന്നായി നിറം വെച്ചിട്ടുണ്ട്. നിറം വയ്ക്കാനായിട്ട് നമ്മൾ ഇൻടേക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കുങ്കുമപ്പൂ കൊണ്ടുണ്ടാക്കുന്ന കുങ്കുമാതി ഓയിലാണ്. അതുപോലെ കുങ്കുമപ്പൂ കൊണ്ടുണ്ടാക്കുന്ന ജെല്ലാണ്, അലോവേരയും കുങ്കുമപ്പൂവും ചേർത്തുണ്ടാക്കുന്ന കുങ്കുമാതി ജെല്ലാണ് കേട്ടോ. ഇത് സെയിലുണ്ട്, ആവശ്യമുള്ളവർക്ക് മാത്രം വാങ്ങിക്കാം, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഈ ജെല്ലാണ് ഞാനിന്ന് എടുക്കുന്നത്. ഇതിൻ്റെ ഈ കുങ്കുമപ്പൂവിൻ്റെ ഈ മണം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ജെല്ലാണ് ഇന്ന് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ഈ ജെല്ലിൻ്റെ കളർ കണ്ടോ, നല്ല കളറാണ് കേട്ടോ, കണ്ടില്ലേ? എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ പൂവിൻ്റെ ജെല്ല്, കുങ്കുമാതി ജെല്ലിൻ്റെ കളറാണ് ഇത്, കണ്ടില്ലേ? അപ്പോൾ ഇതും പിന്നെ നമ്മുടെ കസ്തൂരിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിന്ന് ഈ നമ്മുടെ ഗോൾഡൻ ഫേസ് മാസ്ക് തയ്യാറാക്കുന്നത് കേട്ടോ. നമുക്കിന്ന് പൊളിക്കണം. എല്ലാവരും ഇടാറുണ്ട്, ഇനി നമ്മളായിട്ട് ഇടാതിരിക്കണ്ടല്ലോ.
അപ്പോൾ അവർ ചെയ്യുന്നത് ഇത് ഗോൾഡൻ ഫേസ് മാസ്ക് ജെല്ല് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ പക്ഷെ അങ്ങനെ ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇതെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ കാണിക്കാം നിങ്ങളെ. ഈ നമ്മുടെ കുങ്കുമാതി ജെല്ലിൻ്റെ കയ്യിൽ കണ്ടോ, ഇവിടെ വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് ഇത് ആബ്സോർബ് ആകും. അതുപോലെ തന്നെ നല്ല ഗ്ലോ ആണ് സ്കിന്നിന്. ഇത് മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ, കാണിക്കാൻ ഞാൻ കണ്ടോ. പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും കണ്ടോ, നല്ല ഗ്ലോ ആണ്. അപ്പോൾ അതേ കയ്യിലും ഇത് ജെല്ല് മാത്രമായിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ കുറേ പേര് ചോദിച്ചേക്കാം, അപ്പോൾ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതിൽ തന്നെ പറയുന്നത്. ഇതാണ് ജെല്ല്, കണ്ടില്ലേ, നല്ല ഗ്ലോ ആയിരിക്കും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. സ്കിന്ന് നല്ല സ്മൂത്ത് സോഫ്റ്റ് ആയിട്ട് മാറും. ഇത് നമുക്ക് ഫുൾ ബോഡി ഇടാം. അപ്പോൾ നമ്മുടെ ഈ ജെല്ലും നമ്മുടെ രണ്ട് പ്രോഡക്റ്റ് കസ്തൂരി മഞ്ഞളും നമ്മുടെ കുങ്കുമാതി ജെല്ലും, അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗോൾഡൻ ഇത് ശരിയാക്കിയിട്ട് നമുക്കിതിനെ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്തു, റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗോൾഡൻ ജെല്ല് വിത്ത് ഗോൾഡൻ ജെൽ എന്നാണ് നമ്മുടെ ഇതിന് പറയുന്നത്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല കളർ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നുള്ള് നമ്മുടെ പച്ചമഞ്ഞളില്ലേ, പച്ചമഞ്ഞൾ അരച്ചിട്ടോ പച്ചയായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഉണക്കി പൊടിച്ചതോ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ആ കുറച്ചുകൂടെ ഒരു കളർ കിട്ടും. ഞാൻ പക്ഷേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കിലും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൂപ്പർ ഗോൾഡൻ ഫേസ് മാസ്ക്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ട് നമ്മളും ചെയ്യുവാണ്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഉണങ്ങിയതിന് ശേഷം നമുക്കിത് കഴുകി കളയാം. വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ, വളരെ എളുപ്പമാണ്. നമ്മുടെ കുങ്കുമാതി ജെല്ലും കസ്തൂരി മഞ്ഞളും മാത്രമേ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടില്ല. ഇത് ഇപ്പോൾ ടീനേജ് മുതലുള്ള പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. കാര്യം ഇതിനകത്ത് കസ്തൂരി മഞ്ഞൾ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന, അതായത് ഫേസിലുണ്ടാകുന്ന പിമ്പിൾസ് ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ, ആക്നെ സ്കാർസ് ഒഴിവാക്കാൻ, ഓപ്പൺ പോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് നിറം വയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്ത് തരത്തിലുള്ള പാടുകളും മാറ്റി ഫേസ് നന്നായിട്ട് നിറം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കസ്തൂരി മഞ്ഞൾ. അതുപോലെ തന്നെ കുങ്കുമപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുങ്കുമാതി ജെല്ലും നമ്മുടെ ഫേസിന് നല്ല നിറം കിട്ടാനും സ്വർണം പോലെ വെട്ടിത്തിളങ്ങാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല ഗ്ലോ കിട്ടും കേട്ടോ. കുങ്കുമാതി ഓയിൽ ഉപയോഗിച്ചാലും കുങ്കുമാതി ജെല്ല് ഉപയോഗിച്ചാലും നല്ല ഗ്ലോ കിട്ടും ഫേസിന്. അപ്പോൾ അത് രണ്ടും മാത്രമാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. കാര്യം ഇതൊരു സോഫ്റ്റ് ടെക്സ്ചറാണ് ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. അതുപോലെ ആലോവേരയും കുങ്കുമവും ചേർത്തിട്ടുള്ള ജെല്ലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഒരു സമയം എടുക്കും. മറ്റുള്ള നമ്മുടെ കോലരക്ക്, നവര, ഓദ്ര, ഇരട്ടി മധുരമൊന്നും പോലെ വളരെ പെട്ടെന്ന് ഡ്രൈ ആവത്തില്ല, ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഉണങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഒരു പാകം. ഉണങ്ങുമ്പോൾ കഴുകി കളയുക, ഉണങ്ങുമ്പോൾ സംസാരിക്കാനൊന്നും നിൽക്കരുത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഫേസ് ഒന്ന് നനച്ചിട്ട് ഒന്ന് മസാജ് ചെയ്യും ചെറുതായിട്ട്. നമ്മളിതുവരെ മസാജ് ഒന്നും കൊടുത്തില്ലല്ലോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും. നനയ്ക്കാതെ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റില്ല, കാര്യം ഫേസ് നന്നായിട്ട് ഉണങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തുകൂടാ. അപ്പം ഞാനൊന്ന് കഴുകി ഒന്ന് നനച്ചിട്ട് നമ്മൾ ജസ്റ്റ് കൈ വെച്ചൊന്ന് നല്ല ഒരു വളരെ ജെന്റിലായിട്ടൊരു മസാജ് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് ഉലുവ പൊടിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ കോലരക്ക് അവരിൽ കൂടെ മിക്സ് ചെയ്തതൊക്കെ വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഞാൻ കാണിക്കാം നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഈ ഒരു കസ്തൂരി മഞ്ഞൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഒരു മസാജ് കൊടുക്കാറുണ്ട് കേട്ടോ. കാര്യം നന്നായിട്ട് ഫേസിലേക്ക് അബ്സോർബ് ആവാനും, അതുപോലെ തന്നെ ഫേസിലുണ്ടാവുന്ന എന്തെങ്കിലും തരി വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആവാനും വേണ്ടിയിട്ടാണ്. ഈ ചന്ദനമൊക്കെ പൊടിച്ച പോലെ അരഞ്ഞിരിക്കുന്നതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെ
നന്നായിട്ട് ഒരു മസാജ് ഒരു 1-2 മിനിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഞാൻ കഴുകിയിട്ട് കാണിക്കാം ഇതിന്റെ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത്. അപ്പൊ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴുകിയില്ല കേട്ടോ, വൈപ്പ് ചെയ്യാണ് ചെയ്തത്. കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ മഞ്ഞൾപ്പൊടിയില്ലേ, അതായത് കറി മഞ്ഞളൊക്കെ പോലെ കറ പിടിക്കുന്ന ഒന്നല്ല കേട്ടോ, അതേ വൈപ്പാണ് ചെയ്യുന്നത്. കാണിക്കാം. നിങ്ങൾ ഓർക്കും ഞാൻ കഴുകാൻ പോയിന്ന്. ഇല്ല, ഞാൻ കഴുകിയില്ല, കണ്ടോ, കഴുകുന്നില്ല. ദേ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ കഴുകിയിട്ട് ഞാൻ എന്തായാലും കുളിക്കുന്ന സമയത്ത് കഴുകാമല്ലോ. പിന്നെ ഒരു പാക്ക് ഇടണമെന്ന് ഇന്നലെ മുതൽ ഓർക്കുന്നതാണ്. കാര്യം ഇച്ചിരി വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് സൺടാനൊക്കെ അടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറേ ആയല്ലോ ഇങ്ങനെ ട്രെൻഡിങ്ങിലുള്ളൊരു ഫേസ് മാസ്ക് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ അതെ, ഞാൻ നന്നായിട്ട്, ഇത് ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ, നനച്ച് ഒന്ന് തുടച്ചതാണ്. ഇപ്പോഴും ചെറിയ ചെറിയ തരികളുണ്ട്, അത് കഴുകുമ്പോൾ പൊക്കോളും. ഇതാണ് നമ്മുടെ ഒരു ഗോൾഡൻ ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് കഴുകി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്ലോ ആയിട്ടുണ്ടാവും. കാര്യം ഇപ്പോൾ ചെറിയ തരികളൊക്കെ ഫേസിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കസ്തൂരി മഞ്ഞളും ഞാൻ എടുത്തിരിക്കുന്നത് കുങ്കുമാതി ജെല്ലാണ്. അപ്പോൾ കുങ്കുമാതി ജെല്ല് ഞാൻ ഇവിടെ തയ്യാറാക്കിയത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ അതുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുങ്കുമാതി ജെല്ല് എല്ലായിടത്തും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കുങ്കുമാതി ജെല്ല് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആലോവേര ജെല്ല് എടുക്കുക. റെഡിമെയ്ഡ് ജെല്ല് എടുത്തോളൂ കേട്ടോ. റെഡിമെയ്ഡ് ആണെങ്കിലും നാച്ചുറൽ ആണെങ്കിലും കുഴപ്പമില്ല. നാച്ചുറൽ എപ്പോഴും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. കാര്യം ചെറിയ ഇച്ചിനസ് ഒക്കെ വരാറുണ്ട് പലർക്കും. അപ്പോൾ കുങ്കുമാതി ജെല്ലിന് നമ്മുടെ കസ്തൂരി മഞ്ഞളും ഒരു സ്പൂണ് കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ ഒരു സ്പൂൺ ആലോവേര ജെല്ലും ഒരു പിഞ്ച് നമ്മുടെ പച്ചമഞ്ഞൾ അതിന്റെ പൊടി ഉണക്കിപ്പൊടിച്ചത് അതിന്റെ പൊടിയും കൂടെ ചേർത്താൽ നിങ്ങൾക്ക് ഈ കളർ കിട്ടും. കാര്യം എനിക്ക് ഈ ഗോൾഡൻ കളർ കിട്ടിയത് എൻ്റെ ഈ കുങ്കുമാതി ജെല്ല് എടുത്തത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഗോൾഡൻ കളർ കിട്ടിയത്. അപ്പൊ നിങ്ങൾ പാക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗോൾഡൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ അതിനകത്തോട്ട് ഒരു പിഞ്ച് നമ്മുടെ പച്ചമഞ്ഞൾ അറിയാലോ എല്ലാവർക്കും. പച്ചമഞ്ഞളിന്റെ പൊടി ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി. കറി മഞ്ഞളല്ല കേട്ടോ, നമ്മൾ ഫേസിലൊക്കെ ഇടുന്ന പച്ചമഞ്ഞളല്ലേ, അതിന്റെ ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ഗോൾഡൻ കളർ കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ കുങ്കുമാതി ജെല്ലുമാണ്. വേറെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ നമ്പറുണ്ട്. അതിപ്പോൾ ഈ കുങ്കുമാതി ജെല്ലാണെങ്കിലും അതുപോലെ കസ്തൂരി മഞ്ഞളാണെങ്കിലും ഇനി വേറെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും സ്ക്രീനിൽ നമ്പറുണ്ട്. അതിനകത്ത് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് കിട്ടും. ഈ ഗോൾഡൻ ഫേസ് മാസ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് കിട്ടുമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്താൽ, താല്പര്യമുള്ളവരെ, ഞാൻ റെഡിമെയ്ഡിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല, എന്നാലും ചിലർക്ക് അത് ട്രൈ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് എന്നോട് പറയൂ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമ്മുടെ ഗോൾഡൻ ഫേസ് മാസ്ക് അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഗ്ലോ ആണ്, നല്ല നിറം വയ്ക്കും. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയായിട്ട് ചെയ്യാം, വീക്കെൻഡിൽ ചെയ്യാം. വളരെ എളുപ്പമാണ്. ഇത് രണ്ടും ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും കസ്തൂരി മഞ്ഞളും ഈ ജെല്ലൊക്കെ ബാഗിൽ വെക്കാമല്ലോ, ബാഗിലോ ഹോസ്റ്റലിലൊക്കെ കീപ്പ് ചെയ്യാം. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടതില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാനും പറ്റും. വേറെ ഒന്നും ഇതിനകത്ത് ഞാൻ പാലോ തൈരോ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. ആകെ 2 കാര്യങ്ങൾ മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ. അല്ലാത്തവർക്ക് ഒരു പിഞ്ച് മഞ്ഞൾ, വേറെ ഒന്നും ഇതിനകത്തോട്ട് ചേർക്കാനില്ല. പക്ഷെ റിസൾട്ട് അമേസിങ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ എന്നെ അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കാര്യം പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. കുറേ ആയല്ലോ പ്രിയ കണ്ടിട്ട് വീഡിയോ ചെയ്തിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കോംബോ ഓഫറിന്റെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അതിപ്പോഴും വീണ്ടും കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എല്ലാ പ്രോഡക്റ്റിനും കൂടി ആയിട്ടാണ് കോംബോ ഓഫർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് പ്രോഡക്റ്റിനാണ് കോംബോ ഓഫർ ഉള്ളത് എന്നുള്ളത്. വീഡിയോ കാണുക. എന്തെങ്കിലും നിങ്ങൾക്ക്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നുവാണെങ്കിൽ, എൻ്റെ നല്ല ആരുടെ ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം തോന്നുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വീഡിയോ എങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അല്ലാതെ തംബ്നെയിൽ കണ്ടിട്ട് ഓടി വന്നിട്ട് ചോദിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ അടുത്തൊരു കിടിക്കാച്ചി വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.